പകർച്ചവ്യാധി സാധ്യതയുള്ള ഈ കാലവർഷക്കാലത്ത് ചെറിയ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് മുറിയിൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. വയനാട് സുഗന്ധഗിരി വൃന്ദാവൻ സർക്കാർ LP സ്കൂളിലെ ക്ലാസ് മുറിയാണ് PHC ആക്കി മാറ്റിയത്. സ്കൂളിലെ ശുചിമുറി ഉൾപ്പെടെ PHCയിലെത്തുന്ന രോഗികൾ ഉപയോഗിക്കുന്നുമുണ്ട്. സ്കൂൾ തുറന്നിട്ടും ആരോഗ്യ കേന്ദ്രം മാറ്റി സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. ആശങ്കയിലാണ് അവിടുത്തെ അധ്യാപകരും രക്ഷിതാക്കളും. PTA പ്രസിഡന്റ് അബനീഷ് സുഗന്ധഗിരിയുടെ പ്രതികരണമാണ് നമുക്ക് ആദ്യം കേൾക്കേണ്ടത്. അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു സൗകര്യമില്ല. ഇപ്പുറത്ത് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ വരുന്നതിനാണെങ്കിൽ വരുന്നവർ ഇപ്പുറത്ത് വരുന്നു, തൊട്ടപ്പുറത്ത് ക്ലാസ് നടക്കുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ബാത്റൂമിൻ്റെ ആണെങ്കിലും ഒരു ബാത്റൂമിൽ തന്നെ അവിടെ വരുന്നവരാണെങ്കിലും പോകാനും, പിന്നൊന്നാമത് അവിടെ വെള്ള പ്രശ്നം ഭയങ്കരമാണ്. പല രോഗമായിട്ട് വരുന്നവരല്ല അത്. അപ്പോൾ അതിൻ്റേതായ ഒരു പേടിയുണ്ട്. ഞങ്ങൾക്ക് ഹെൽത്തും വേണം അവിടെ, സ്കൂളും വേണം. ഇത് രണ്ടും വേണം അവിടെ. പക്ഷേ ഹെൽത്ത് ഇപ്പോൾ സ്കൂളിലേക്ക് മാറ്റിയത് കൊണ്ട് ഭയങ്കര ഞങ്ങൾക്കൊരു പേടി. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് കൂടുതൽ വിശദാംശങ്ങളുമായി തത്സമയം ചേരുകയാണ്. വാർത്തയിൽ സുർജിത്ത്, ഇത് കേട്ടുകേൾവില്ലാത്ത കാര്യമാണ്. ഈ രീതിയിൽ ഈ കാലവർഷക്കാലത്തൊക്കെ തന്നെ ഈ ക്യാമ്പുകൾ, ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ സ്കൂളിൽ പ്രവർത്തിക്കുന്നത് സർവ്വസാധാരണമാണ്. അതെല്ലായിടത്തും നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഈ രീതിയിൽ ഒരു PHC തന്നെ സ്കൂളിലേക്ക് മാറ്റാനിടേണ്ട സാഹചര്യം പോലും അസാധാരണമാണ്. എന്താണ് അവിടെ സുഗന്ധഗിരിയിൽ സംഭവിച്ചത്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? എന്തുകൊണ്ടാണ് സ്കൂൾ തുറന്നിട്ട് പോലും അവിടുന്ന് PHC മാറ്റാത്തത്? പ്രജിൻ, അത്യന്തം ഗൗരവതരമായ ഒരു വിഷയമാണ് ഉന്നയിക്കപ്പെടുന്നത്. എന്തായാലും അതാണ് വാർത്തയാവുന്നതും. കാരണം ഒരു PHC പ്രവർത്തിക്കുന്നത് ഒരു LP സ്കൂളിലാണ് എന്നുള്ളതാണ്. അത് ഞെട്ടിപ്പിക്കുന്ന വിഷയം തന്നെയാണ്. കാരണം കുട്ടികളുടെ ആരോഗ്യ സ്ഥിതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഗൗരവതരമായ ഒരു ഇടപെടൽ വേണ്ട ഒരു ആ സന്ദർഭത്തിലാണ് ഇത്തരത്തിലൊരു PHC ഒരു സർക്കാർ സ്കൂളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള വിഷയം നമ്മൾ പുറത്തു കൊണ്ടുവരുന്നത്. സുഗന്ധഗിരിയിൽ വൃന്ദാവൻ ഗവൺമെന്റ് LP സ്കൂളിനാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. നേരത്തെ PHC കെട്ടിടമുണ്ടായിരുന്നു. ആ കെട്ടിടം പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് കരാറായി. പക്ഷേ താൽക്കാലികമായി ഈ കെട്ടിടം ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് ഒരു വീട്ടിലായിരുന്നു. ആ വീടിന്റെ സമീപം ഈ കഴിഞ്ഞ മഴയിൽ മണ്ണിടിച്ചിലുണ്ടായി. ആ മണ്ണിടിച്ചിലിനെ തുടർന്നാണ് ഈ സ്കൂളിൽ രേഖാമൂലം പോലും അറിയിപ്പ് നൽകാതെ ഒരു സുപ്രഭാതത്തിൽ അത് നേരെ ഈ സ്കൂളിലേക്ക് മാറ്റുന്നു. സ്കൂളിലെ ക്ലാസ് മുറിയാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ആ ക്ലാസ് മുറിയിൽ ഈ ഇത്തരത്തിൽ രോഗികൾ ഉൾപ്പെടെയുള്ളവർ എത്തുന്നു. അതിന്റെ തൊട്ട് അപ്പുറത്ത് തന്നെയാണ് ഈ ക്ലാസുകൾ പ്രവർത്തിക്കുന്നത്. ആ ക്ലാസുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ 1 മുതൽ 4 വരെയുള്ള കുട്ടികളെ ഒരുമിച്ചിരുത്തിയാണ് ഇപ്പോൾ പഠനം നടത്തുന്നത്. വ്യത്യസ്ത ക്ലാസ് മുറികളിലായിരുന്നു ഈ കുട്ടികൾ ഉണ്ടായിരുന്നത്. ഒരുമിച്ചിരുത്തിയാണ് പഠനം നടത്തുന്നത്. സ്വാഭാവികമായും വിവിധ തരത്തിലുള്ള രോഗികൾ എത്തുന്ന ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി തന്നെ സ്കൂൾ മാറിയിട്ടുണ്ട്. ഈ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചാണ് ഏവരുടെയും ആശങ്ക. മാത്രമല്ല ഈ കുട്ടികൾ ഉപയോഗിക്കുന്ന അതേ ശുചിമുറി തന്നെയാണ് ഈ രോഗികളായിട്ടുള്ള ആളുകളും ഉൾപ്പെടെയുള്ളവർ ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഇവിടേക്ക് വാട്ടർ കണക്ഷൻ ഇല്ല. ആ വാട്ടർ കണക്ഷൻ ഇല്ലാത്ത സ്ഥലത്ത് അവിടേക്ക് വെള്ളം വരുന്ന മലവെള്ളമാണ്. അതൊക്കെ ഒരു കോളനിയിൽ നിന്നുള്ള വെള്ളമാണ് ഇവർ ഉപയോഗിക്കുന്നത്. വെള്ളത്തിന് പരിമിതിയുണ്ട്. ആ വെള്ളവും ഇത്തരത്തിൽ വരുന്ന രോഗികൾ ഉൾപ്പെടെയുള്ളവർ ഉപയോഗിക്കുന്നു എന്നുള്ള പരാതിയുണ്ട്. എന്തായാലും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് PTA അടക്കം ഈ കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിന് പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗം നടന്നത് കഴിഞ്ഞ 5-ാം തീയതിയാണ്. 5-ാം തീയതി യോഗത്തിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർ, മെഡിക്കൽ ഓഫീസറുടെ പ്രതിനിധി, പഞ്ചായത്ത് പ്രസിഡന്റ്, പൊഴുതന പഞ്ചായത്താണ്, പൊഴുതന പഞ്ചായത്തിന്റെ സെക്രട്ടറി, AEO, പ്രധാന അധ്യാപിക എന്നിവർ സംയുക്തമായുള്ള യോഗമാണ് നടന്നത്. ആ യോഗത്തിൽ അതിന്റെ മിനിറ്റ്സിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമെന്നുള്ളത്. DMOയുടെ പ്രതിനിധി തന്നെ ഈ യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.